വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായ 178 വീടുകളുടെ കൈമാറ്റവും പട്ടയ വിതരണവും നടന്നു. അടുത്ത മഴയ്ക്ക് മുൻപ് ദുരന്തബാധിതരായ എല്ലാവർക്കും വീട് കൈമാറുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുമെന്ന വാക്ക് പാലിച്ച് ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. മഴക്കാലത്തിനു മുൻപ് രണ്ടാം ഘട്ടം പൂർത്തിയാക്കണം. ഇതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. ഉദ്ഘാടനത്തിന് മുൻപായി ടൗൺഷിപ്പിലെ നിർമ്മാണം പൂർത്തിയായ വീട് മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ദുരന്തബാധിതർക്ക് പട്ടയം വിതരണം ചെയ്തത്. ദുരന്തത്തിനിരയായി ഗുരുതരമായി പരിക്കേറ്റ അവ്യക്തിനാണ് ആദ്യ പട്ടയം കൈമാറിയത്. കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ശേഷിക്കുന്ന ദുരന്തബാധിതർക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വീട് ലഭ്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കൽപ്പറ്റ ഗവൺമെന്റ് LP സ്കൂൾ ടൗൺഷിപ്പിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് തുറന്ന സമീപനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചു. ടൗൺഷിപ്പിലെ വീടുകളിലേക്ക് ആവശ്യമായ അത്യാവശ്യം ഫർണിച്ചറുകളും സർക്കാർ നൽകും. 13 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ മേപ്പാടിയിൽ കണ്ടെത്തിയ സ്ഥലത്തിന്റെ പട്ടയവും കൈമാറി. പുനരധിവാസ പ്രവർത്തനത്തിനിടെ വ്യാജ പ്രചരണങ്ങൾ, കേന്ദ്ര സഹായ നിഷേധം, നിയമതടസ്സം മുതൽ ദുരിതാശ്വാസത്തിന് ചില്ലിക്കാശ് വരെ നൽകരുതെന്ന് പറഞ്ഞ അനുഭവമുണ്ടായെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാജ പ്രചരണങ്ങൾക്കൊപ്പം നിന്നുവെന്ന വിമർശനവും മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായി. തറക്കല്ലിട്ട് പോകുന്നവരല്ല തങ്ങളെന്നും അവസാന ദുരന്തബാധിതനെയും ചേർത്ത് പിടിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ലോകത്തിന് നൽകുന്ന ഒരു മാതൃകയാണ്. ഈ മാതൃകയോടൊപ്പം നിൽക്കുക. ഓരോ മിനിറ്റിലും എന്ത് ലാഭം എന്ന് നോക്കാതെ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളോടൊപ്പം ഉണ്ടാവുക. വീട് കൈമാറി കിട്ടിയവരുടെ മുഖങ്ങളിൽ പുതുജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ പ്രതീക്ഷ കാണാമായിരുന്നു. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും ഞങ്ങളൊരു കൂട്ടി പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പൊ നല്ലൊരു സുന്ദരമായ വീട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇവരൊക്കെ നന്നായിട്ട് നടത്തി തന്നു. ഇവിടുന്ന് അങ്ങോട്ടും ഈ ഭരണം മുന്നോട്ട് കിട്ടണം. നമ്മളൊക്കെ സർക്കാരിനും എല്ലാവർക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾ നന്ദി. വളരെ സന്തോഷവും. ഇനി ബാക്കിയുള്ള വീടുകളും പെട്ടെന്നാവട്ടെ, എല്ലാവർക്കും പെട്ടെന്ന് സ്വന്തമായിട്ടൊരു വീടാവട്ടെ എന്നുള്ള ആഗ്രഹം. സർക്കാർ എല്ലാം കൊണ്ടും ഞങ്ങളെ തുടക്കം മുതലേ ഈ നേരം വരെ ഞങ്ങളെ കൂടെ ഉണ്ട്. താക്കോൽ കൈമാറി കിട്ടിയ സന്തോഷത്തിനൊപ്പം 178 കുടുംബങ്ങൾക്കും സർപ്രൈസായി DYFI TV-കളും വിതരണം ചെയ്തു. മന്ത്രിമാരായ OR കേളു, PA മുഹമ്മദ് റിയാസ് എന്നിവരെ കൂടാതെ MLA-മാരായ TP രാമകൃഷ്ണൻ, T സിദ്ദിഖ് തുടങ്ങിയവരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. MM രാഗേഷ്, അമൃത ന്യൂസ്, വയനാട്.